ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം കടവും ദാരിദ്ര്യവും ആണ്. എന്ന ഈ വിഷയമാണ് ഞാനിവിടെ പറയുന്നത്. കടവും ദാരിദ്ര്യവും, ദുരിതങ്ങളും പ്രയാസങ്ങളും കടം വരുത്തി വെക്കും, ഇല്ലേ? ദാരിദ്ര്യവും ഉണ്ടാക്കും. ദുരിതങ്ങളും പ്രയാസങ്ങളും കടം വരുത്തും, ദാരിദ്ര്യവും ഉണ്ടാക്കും. തൊഴിൽ തടസ്സവും ഉണ്ടാകാം. ഈ ദാരിദ്ര്യവും കടവും വരുമ്പോൾ തൊഴിൽ തടസ്സം ഉണ്ടാകും, അതുകൊണ്ട് വരാം, ഇല്ലേ? രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുമ്പോഴും ഈ ദാരിദ്ര്യവും കടവും കയറി വരും. രോഗങ്ങൾ ഒന്നിന്, കാരണം രോഗങ്ങൾക്കൊക്കെ ഇന്ന് വളരെയധികം ചികിത്സകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ വലിയ പണച്ചെലവുള്ള കാര്യമല്ലേ. അതേപോലെ തന്നെ ആ കുടുംബത്തിലെ മനസ്സമാധാനം നഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ, കടവും ദാരിദ്ര്യവും നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ തൊഴിൽ തടസ്സമുണ്ടാവുമ്പോൾ, രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൂടുമ്പോൾ എല്ലാം കുടുംബത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള സമയത്ത് ആ കുടുംബനാഥന്റെയോ അല്ലെങ്കിൽ കുടുംബനാഥയുടെയോ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. ദാരിദ്ര്യവും കടമുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങളിത് ചെയ്യാതിരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒന്ന് പരിശോധിച്ചാൽ എന്ത് ദോഷം കൊണ്ടാണ് ഇങ്ങനെ ആ സമയത്ത് വരുന്നത്. ഇത് ഞാൻ പറയുന്നത് അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. കാരണം വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം. ജാതകമൊക്കെ എഴുതി വെക്കുന്നത് എന്തിനാണ്? അത് വിശ്വാസത്തിന്റെ പുറത്ത് എഴുതി വെക്കുന്നതല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഈ സമയങ്ങളിൽ ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഇങ്ങനെയുള്ള കടവും ദാരിദ്ര്യവും ഒക്കെ കയറി വരുന്ന ചില സമയങ്ങളുണ്ടാവും, ദശാസമയങ്ങളുണ്ടാവും. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ ദശാദോഷമാണെങ്കിൽ ആ ദശാനാഥന് വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് നമ്മളുടെ ഒഴിഞ്ഞു പോകും. ദശാദോഷം കൊണ്ടാണെങ്കിൽ ആ ദശാനാഥന് ഇത് ചെയ്യണം. അതുകൂടാതെ നവഗ്രഹ ദോഷ ശാന്തി പൂജ നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഈ കടവും ദാരിദ്ര്യവും തീരാനായിട്ട് നവഗ്രഹ ദോഷ ശാന്തി പൂജ നവഗ്രഹങ്ങളെ നിങ്ങൾക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കൂടാതെ മുരുകന് ഋണമോചന പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. മുരുകന് ഋണമോചന പുഷ്പാഞ്ജലി, അതായത് ഋണം എന്ന് പറഞ്ഞ കടത്തിൽ നിന്ന് മോചനം കിട്ടാവുന്ന പുഷ്പാഞ്ജലി, അത് മുരുകന് പഴനി ആണ്ടവന് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പഴനി ആണ്ടവൻ എന്ന് പറഞ്ഞാൽ പഴനി പോയി ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ നാട്ടിലുള്ള മുരുക ക്ഷേത്രത്തിൽ പോയിട്ട് ആ മുരുകന് വഴിപാട് നടത്തണം, ഈ വഴിപാട്. അതേപോലെ തന്നെ കൃഷ്ണന് അവൽ നിവേദ്യം നടത്തുന്നത് നല്ലതാണ്. കൃഷ്ണന് അവല് കൊണ്ടേ കൊടുക്കാം, അവൽ നിവേദ്യം സമർപ്പിക്കാം. അതേപോലെ തന്നെ ശിവന് പിൻവിളക്കും കൂവിടത്തില കൊണ്ട് അർച്ചനയും നടത്തുന്നത് ഈ കടവും ദാരിദ്ര്യവും തീരുന്നതിന് ഒന്നാണ്. ശിവന് കൂവിടത്തില കൊണ്ട് അർച്ചനയും പിൻവിളക്കും നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ധാരയും, ദുരിത രോഗശാന്തിക്ക് കിട്ടാനായിട്ട് ശിവന് ധാര ചെയ്യുന്നതും ഏറ്റവും വളരെ നല്ല കാര്യമാണ്. കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും പഴനി മുരുക ക്ഷേത്രം സന്ദർശിച്ച് ഒന്ന് തൊഴുന്നത് അവരുടെ ഈ കടവും ദാരിദ്ര്യവും മാറുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പഴനിയിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ആ കുടുംബത്തിന് ഒരു ഐശ്വര്യം കൊണ്ടുതരും. അത് ചെയ്യുന്നത് ഏറ്റവും വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തിരുപ്പതി ഭഗവാനെ ദർശിക്കുന്നതും തിരുപ്പതി ക്ഷേത്രം ദർശിക്കുന്നതും ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങളുടെ കടവും ദാരിദ്ര്യവും ഒക്കെ തീരുന്നതിന് ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഈ പഴനി ദർശനവും തിരുപ്പതി ദർശനവും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.